വയനാട്ടിൽ പോലീസ് നടത്തിയത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന കൊല്ലപ്പെട്ട CP ജലീലിന്റെ സഹോദരന്റെ ആരോപണം ശരിവെച്ച റിസോർട്ട് മാനേജർ. മാവോയിസ്റ്റുകളാണ് ആദ്യം വെടിവെച്ചതെന്ന പോലീസിന്റെ വാദം ശരിയല്ലെന്നും പോലീസാണ് ആദ്യം വെടിയുതിർത്തതെന്നും മാനേജർ ഒരു സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തി. ഇതോടെ മാവോയിസ്റ്റുകൾ തങ്ങളെ കണ്ട് പ്രകോപിതരായെന്ന പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം പൊളിയുന്നു. സ്വയരക്ഷയ്ക്കായി പോലീസ് തിരിച്ച് വെടിയുതിർക്കുകയായിരുന്നെന്ന കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പോലീസുകാർക്ക് പരിക്കില്ലെന്നും IG പറഞ്ഞിരുന്നു. മാവോയിസ്റ്റുകൾ ആദ്യം വെടിയുതിർത്തെങ്കിൽ പോലീസുകാർക്ക് പരിക്കേറ്റേനെന്ന സ്വാഭാവിക ചോദ്യം ജലീലിന്റെ സഹോദരൻ ഉൾപ്പെടെ പലരും ചോദിച്ചിരുന്നു. അതിനുള്ള വ്യക്തമായ മറുപടി കൂടിയാണ് റിസോർട്ട് മാനേജറുടെ ജീവനക്കാരുടെയും വെളിപ്പെടുത്തൽ. 2016 നിലമ്പൂരിൽ മാവോയിസ്റ്റ് നേതാവ് കുപ്പു ദേവരാജിനെയും അജിതയെയും പോലീസ് വ്യാജ ഏറ്റുമുട്ടലിലൂടെയാണ് കൊലപ്പെടുത്തിയതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഏറ്റുമുട്ടൽ നടന്നതിനു ശേഷം പോലീസ് ഫേക്ക് എൻകൗണ്ടർ നടത്തിയെന്നാണ് ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറിയും കൊല്ലപ്പെട്ട CP ജലീലിന്റെ സഹോദരൻ CP റഷീദ് ആരോപിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള ഫണ്ട് തരപ്പെടുത്തുന്നതിനാണ് നിലമ്പൂർ എൻകൗണ്ടർ നടത്തിയതെന്ന് മാവോയിസ്റ്റ് സംഘടനകൾ ആരോപിച്ചിരുന്നു. എന്നാൽ കുപ്പു ദേവരാജിനെ പോലെ കുപ്രസിദ്ധനായ മാവോയിസ്റ്റ് നേതാവിനെ ജീവനോടെ പിടികൂടിയാൽ തന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ ആകില്ലായിരുന്നോ എന്നാണ് DGP ലോക്നാഥ് ബെഹ്റ അന്ന് ചോദിച്ചിരുന്നത്. പോലീസ് കുപ്പു ദേവരാജിനെ കൊലപ്പെടുത്തിയപ്പോൾ നിരായുധനായിരുന്നെന്ന് കണ്ടെത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്നും മാവോയിസ്റ്റ് സംഘടനകൾ ആരോപിച്ചിരുന്നു. വ്യാജ ഏറ്റുമുട്ടൽ പോലീസിന്റെ മനോവീര്യമായി കണക്കാക്കാനാവില്ല. മാവോയിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്നവരെ കൊല്ലുന്നത് വഴി രാഷ്ട്രീയ അടിച്ചമർത്തലാണ് നടത്തിയത്. കുപ്പു ദേവരാജ് ക്രിമിനൽ കേസുകളിലെ പ്രതിയും പിടികിട്ടാപ്പുള്ളിയും ആണെങ്കിലും ജീവനോടെ പിടികൂടി ചോദ്യം ചെയ്യാമായിരുന്നു. വിചാരണ നടത്തി ജയിലിൽ അടയ്ക്കാമായിരുന്നു. അത് ചെയ്യാതെ നിയമപാലകർ തന്നെ നിയമം ലംഘിച്ചു. അതേ അവസ്ഥ തന്നെയാണ് വയനാട്ടിലും നടന്നത്. ആയുധങ്ങൾ കൈവശമുണ്ടായിരുന്നെങ്കിലും പ്രകോപിതരാകാത്ത CP ജലീലിനും സംഘത്തിനും നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. അതിനിടെ ജലീൽ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവർ രക്ഷപ്പെടുകയും ചെയ്തു. അതേസമയം സംഘത്തെ പിടികൂടി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ ഓപ്പറേഷനുകൾ, പ്രവർത്തന രീതി, ഒളിത്താവളങ്ങൾ, ഫണ്ട് ശേഖരണം, സഹായം നൽകുന്നവർ, ആയുധ ശേഖരണം തുടങ്ങിയ നിർണായക വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. അതിലൂടെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം തന്നെ അവസാനിപ്പിക്കാമായിരുന്നു. അതിനു മുതിരാതെ ഏറ്റുമുട്ടൽ നടത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.